ഒരു കൈ സഹായത്തിന് 5-6 ഗുണ്ടകളെ പറഞ്ഞുവിടാമെന്ന് പറഞ്ഞപ്പോ നീ സമ്മതിച്ചില്ല. അതിന്റെ ഫലം നീ ഇപ്പൊ അനുഭവിക്കുന്നു. 1.5 കൊല്ലത്തെ ജയിൽ ശിക്ഷയൊന്നും ഒരു പ്രശ്നമല്ല തലവരെ. അത് പിന്നെ സഹിക്കാം. ആ നേഴ്സ് തല ചൂടുകൾ ഒഴിച്ചു. അയ്യോ, അതാ സഹിക്കാൻ വയ്യാത്ത. ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് 1.5 കൊല്ലം കഴിഞ്ഞ് കാണാം. കുറെ കാലമായില്ലേ നിങ്ങൾ ലീവ് ചോദിക്കുന്നു. ഞാൻ 1.5 കൊല്ലം ലീവ് തന്നോന്ന് വിചാരിച്ചാ മതി. ഇതാ കൂട്ടത്തിൽ കൂട്ടില്ല. തിരിച്ചു വന്ന ലീവ് വരാന്നോളണം. ട്രാൻസ്പോർട്ടിന്റെ കാര്യമില്ല അറിഞ്ഞോ? അവനെ ആള് മാറി തല ഓപ്പറേറ്റ് ചെയ്തു പോയി. ഇനി അവനെ നോക്കണ്ട മക്കളെ. കാറ്റ് പോകാതെ കിട്ടിയ ഭാഗ്യം. ഈ ബിൽഡിങ്ങിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വയറിംഗ് ഒന്നും ശരിയല്ല. ഏതെങ്കിലും ഒരു ഫ്ലാറ്റിൽ ഒരു മിക്സിയോ ഗ്രൈൻഡറോ ഓൺ ചെയ്താൽ മതി, ഉടനെ കറണ്ട് ആവിയാവും. പിന്നെ ഫ്യൂസ് തപ്പി പിടിച്ചിടണം. ഞാനുണ്ടാക്കുന്ന ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ നമുക്ക് ഇത്രയും വെളിച്ചം പോരെ? മതി, ധാരാളം മതി. ചെറുപ്പം മുതലേ ഞാൻ നല്ലൊരു കുക്ക. ഞങ്ങളുടെ വീടിനടുത്ത് സൗദാമിനെന്ന് പേരുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയാ ഞാൻ ആദ്യത്തെ പലഹാരം ഉണ്ടാക്കിയത്. എന്ത് പലഹാരം അന്ന് ഉണ്ടാക്കിയത്? മണ്ണപ്പം. മണ്ണ് ചിരട്ടെ കോരിയെടുത്ത് നന്നായി അമർത്തി നിലത്തടിച്ച് ഒരു കല്ലെടുത്ത് 2 തട്ട് തട്ടിയ മണ്ണപ്പം അങ്ങനെ ചൂടോടെ നിൽക്കും. മനസ്സുകൊണ്ട് അതിലിത്തിരി ചമ്മന്തിയും 2 കല്ലുപ്പും ചേർത്ത് ഞെരിച്ചങ്ങനെ കഴിച്ചാലുണ്ടല്ലോ, എന്താ രസം എന്നറിയോ? ആരാ ഈ സൗദാമിനി? അവർക്കിപ്പോ എന്റെ പ്രായത്തിലുള്ള മക്കളുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് അവർക്ക് ഡോക്ടർ കുൽക്കറിനെ കാണേണ്ട ആവശ്യം വന്നിട്ടില്ല. ഭാഗ്യം ചെയ്ത പെൺകുട്ടിയാണ് സൗദാമിനി. വലിയ തറവാട്ടിൽ പിറന്നിട്ടും എന്റെ കുട്ടിക്കാലം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. അച്ഛനും അമ്മയൊക്കെ ഒരു ഓർമ്മയുള്ളൂ. മുത്തശ്ശിയുടെ താരാട്ടും മുത്തച്ഛന്റെ കൽപ്പനകളും എന്തിനും ആർത്തി കാണിക്കുന്ന ഒരു കൂട്ടം കുടുംബക്കാരും. 3-ാം വയസ്സിലെ പട്ടാളത്തിൽ ചേർന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈ എന്നെ നോക്കിയാ മതി. എനിക്ക് തറവാട് ഒരു പട്ടാള ക്യാമ്പ് പോലെയായിരുന്നു. മുത്തച്ഛൻ എന്നെ ജീവനാ. സ്നേഹിക്കാൻ മാത്രമല്ല, കൊല്ലാനും മുത്തച്ഛനെ നന്നായി അറിയാമെന്ന് എല്ലാവരും പറയാറ്. മായ എന്താ മുത്തച്ഛനെ കാണാൻ പോവാത്തെ? പോവണമെന്ന് എപ്പോഴും തോന്നും. പക്ഷേ സ്വത്തിനു വേണ്ടി തമ്മിൽ തല്ലുന്ന ബന്ധുക്കളെ ഓർക്കുമ്പോ പോവാൻ തോന്നില്ല. എല്ലാവരെക്കാളും മുത്തച്ഛൻ എന്നെയാണ് വിശ്വാസം സ്നേഹവും ഒക്കെ. ഞാൻ എന്തിനെങ്കിലും എതിർ നിന്നു എന്നറിഞ്ഞ മുത്തശ്ശൻ പിന്നെ ജീവിച്ചിരിക്കില്ല. മുത്തശ്ശൻ അറിഞ്ഞുകൊണ്ട് മുത്തശ്ശന്റെ സമ്മതത്തോടെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിതവും എനിക്കുണ്ടാവില്ല. ഞാൻ എന്താ ചെയ്യാ? ജീവിതവും പറ. കുട്ടിക്കാലം മുതൽ എനിക്ക് സ്നേഹവും വാത്സല്യവും തരാൻ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, എന്റെ മുത്തശ്ശൻ. ഞാൻ കാരണം മുത്തശ്ശൻ വേദനിക്കുന്നത് എനിക്ക് ആലോചിക്കാനേ വയ്യ. മുത്തശ്ശൻ എപ്പോഴും പറയും എന്നെ മുത്തശ്ശനെ ഏൽപ്പിച്ചാണ് എന്റെ അമ്മ പോയതെന്ന്. മുത്തശ്ശിക്കും ഉണ്ടായിരുന്നു ഓരോ ആഗ്രഹങ്ങള്. ഞാനൊരു വലിയ ബിസിനസ്സുകാരനെയോ ഉയർന്ന ഉദ്യോഗസ്ഥനോ വിവാഹം കഴിക്കണം, സ്വത്തുക്കളിൽ കുറെ ഭാഗം എന്റെ പേരിൽ എഴുതി വെക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങള്. ശ്വാസം മുട്ടിയപ്പോഴാ ഒരു ജോലി കിട്ടിയതും ഇങ്ങോട്ട് വന്നതും. ചുരുക്കി പറഞ്ഞ മുത്തച്ഛന്റെ കാറ്റ് വീഴുന്നവരെ മായയുടെ കാര്യം മഹാകഷ്ടാണല്ലേ. നിന്റെ മുത്തച്ഛന് വാത്സല്യം കൊണ്ടുള്ള പ്രാന്ത. നമ്മൾ സ്നേഹിച്ചാലോ വിവാഹം കഴിച്ചാലോ കുൽക്കർണിയോ കണ്ടാലൊന്നും നിന്റെ മുത്തച്ഛന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. സംഭവിക്കും. ആ നിമിഷം മുത്തച്ഛൻ മരിക്കും, എന്നെ ശപിച്ചു മരിക്കും. ഞാനാണ് മുത്തച്ഛനെ കൊന്നതെന്ന് എല്ലാരും പറയും. പിന്നെന്താ ചെയ്യാ? ഇത്രയൊന്നും ഭ്രാന്തില്ലാത്തൊരു അമ്മ എനിക്കുണ്ട്. എന്റെ അമ്മ മലയാളിയല്ല, ഗുജറാത്തിയാ. അച്ഛൻ റെയിൽവേലാ, നാരായണ മേനോൻ. ഇപ്പൊ ഒറീസല. അവരുടെ ഒരു പ്രേമ വിവാഹമായിരുന്നു. അവരുടെ കല്യാണം കഴിഞ്ഞ് ഞാനും ജനിച്ച് എനിക്ക് 11 വയസ്സുള്ളപ്പോഴാ അവരുടെ വിവാഹം കഴിഞ്ഞ കാര്യം തന്നെ അമ്മയുടെ വീട്ടുകാരറിയുന്നത്. എന്നേക്കാ വലിപ്പമുള്ള മീശയും വെച്ച അന്ന് അമ്മയുടെ ഏട്ടന്മാർ നടന്നിരുന്നത്. അന്നെങ്ങാനും സത്യം അറിഞ്ഞ് അച്ഛനെ കൈ കിട്ടിയിരുന്നെങ്കിൽ അവർ അച്ഛനെ കൊന്നു കളയായിരുന്നെന്ന് അമ്മ ഇപ്പോഴും പറയാറുണ്ട്. അമ്മയുടെ ഒരു മിടുക്കൊണ്ടാ അന്ന് അച്ഛനും അമ്മയും രക്ഷപ്പെട്ടത്. നമുക്കും ആ പാരമ്പര്യം പിന്തുടർന്നാലോ? നിന്റെ സ്വത്തൊക്കെ അവർ തിന്നട്ടടി. നിനക്ക് സ്വത്ത് വേണമെന്നുണ്ടോ? പക്ഷേ എനിക്ക് ഇടയ്ക്കൊക്കെ മുത്തച്ഛനെ കാണണം. കണ്ടോ? പോയി കണ്ണു നിറച്ച് കണ്ടിട്ട് തിരിച്ചു വന്നോ? എനിക്കവിടെ വേറെ കല്യാണം ആലോചിച്ചാലോ? അത് ആലോചിക്കുമ്പോഴല്ലേ നല്ലതാണെങ്കിൽ നമുക്ക് അതൊന്ന് നടത്താന്ന്. അപ്പോ നമുക്ക് നമ്മുടെ ജീവിതം ആരംഭിക്കാല്ലേ? ആദ്യം ഒരു പ്രണയം, പിന്നൊരു താലികെട്ട്, അത് കഴിഞ്ഞ 1-2 കുഞ്ഞുങ്ങളും, പിന്നെ ആർക്കും പിരിക്കാനാവാത്തൊരു ഹൃദയബന്ധം. എന്താ അതുപോലെ?
അച്ഛന്റെ നിലവിളിയല്ലേ കേട്ടത് കമലാക്ഷി? എന്റെ ദൈവമേ, ഒന്നും പറയാതെ അങ്ങ് പോയോ? എന്റെ പൊന്നേ അച്ഛാ! അയ്യോ, അച്ഛനിത് നിലവിളിച്ചേ? നിലവിളിച്ചൊന്നും അല്ല, ഞാൻ എന്റെ മായമോളെ വിളിച്ചതാ. കേട്ടാ? അച്ഛാ! ഓഹോ, നിലവിളി കേട്ടപ്പോ എല്ലാരും പേടിച്ചു പോയില്ലേ? ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അച്ഛൻ മായയെ വിളിച്ചതാ. ഓ, ഇങ്ങനെ 4 വിളി വിളിച്ചാൽ മതി, അവള് ബോംബെന്ന് പറഞ്ഞെത്തും. നീ എന്തിനാ കൂടെ പറപ്പ ഇങ്ങനെ കരയണേ? നീ ഇങ്ങനെ കരഞ്ഞാ എനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല. ചേട്ടാ, നമ്മുടെ അച്ഛൻ അവള് വരുമ്പോ വരട്ടെ. അച്ഛൻ എന്തിനാ ഇങ്ങനെ മനസ്സ് വിഷമിച്ച് കിടക്കുന്നേ? അതുകൊണ്ട് എന്റെ സ്നേഹം നിറഞ്ഞ മക്കൾക്കാർക്കും നഷ്ടമൊന്നുമില്ലല്ലോ. എന്റെ മനസ്സ് പൊള്ളിയത് വെറുതെയല്ല. ഗോവിന്ദൻകുട്ടി മൈസൂരിൽ നിന്ന് മായയ്ക്കൊരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട്. മൈസൂരിലെ വലിയൊരു ബിസിനസ്സുകാരന്റെ മകനാ പയ്യൻ. അവന് ഡൽഹിയിൽ ഒരു ഉയർന്ന ഉദ്യോഗം ഉണ്ടത്രേ. ഏത് നേരത്തും വിദേശത്ത് സർക്കിട്ടാ. ഞാനതങ്ങ് നടത്താൻ തീരുമാനിച്ചു. അതിന് അവളെ കൂടെ സമ്മതിക്കണ്ടേ അച്ഛാ? സമ്മതിക്കും. അതാ ഞാനും അവളും തമ്മിലുള്ള ബന്ധം. അതിലൊരു പിഴവ് പറ്റുന്നത് നിങ്ങളൊന്ന് കാണിച്ചതാ. ആ നിമിഷം എന്റെ ചങ്ക് പറിച്ച് നിങ്ങൾക്ക് ഇട്ടുതരാം. നാളെ അവരിവിടെ വരുന്നുണ്ട്. ജോലിത്തിരക്കെന്നും പറഞ്ഞ് 2 കൊല്ലമായി ബോംബെന്ന് വരാത്ത മായയോട് എത്രയും വേഗം ഇവിടെ എത്താൻ പറയണം. അതിനുള്ളൊരു വഴി ആലോചിക്കുക ഞാൻ. അവിടെ പോയി അവളെ കൈയോടെ കൂട്ടിക്കൊണ്ടുവരണമെന്നാ ഗോവിന്ദൻകുട്ടി പറഞ്ഞത്. അതിന് ഈ ഗോവിന്ദൻകുട്ടി മൈസൂരിൽ നിന്ന് എപ്പോഴായിട്ടായിരുന്നല്ലേ ഇത്? അവൻ രാവിലെ മുതൽ ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ ആരും കണ്ടില്ലേ? ആ, എന്നാ കണ്ടു. അവനെ തെക്കേ മുറി കിടക്കുന്നുണ്ട്. ഇവിടെ കാലമാടത്തെ കിടപ്പ് കണ്ടില്ലേ? അടച്ച് പൂസായ കിടപ്പാ. എന്നാലും ഈ ഗോവിന്ദൻകുട്ടി നമ്മളറിയാതെ മായയ്ക്കൊരു ചക്കിലുണ്ടാക്കിയില്ലേ? അതും ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു സേതുമാധവനെ. ഈ വിവരം എന്റെ ശിവൻകുട്ടി അറിഞ്ഞ അവൻ അപ്പ ആത്മഹത്യ ചെയ്യും. അതൊരു നല്ല കാര്യ. കയ്യിൽ നിന്ന് നേരത്തെ അവനോട് ചെയ്യാൻ പറ. വൃത്തക്കേട് പറയാതെ. ഇവനെ വിശ്വസിക്കരുതെന്ന് ഞാൻ എല്ലാരോടും പറയാറുള്ളതാ. അമ്മയുടെ ഇളയ ആങ്ങളെയാണ്, അച്ഛന്റെ പുന്നാര അളിയനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? ഗോവിന്ദൻകുട്ടി കൊണ്ടുവന്ന സേതുമാധവനെ മായയെങ്ങാനും കല്യാണം കഴിച്ചാൽ അതോടെ മായയും മായയുടെ സകലമായും ഗോവിന്ദൻകുട്ടിയുടെ കയ്യിലാവുവേ. അയ്യോ, നേരാ. എനിക്കിപ്പോ അറിയണം, അതാരാ ഇന്ത്യയിൽ ഇതുവരെ എത്താത്ത ഒരു സേതുമാധവൻ? അവനെന്താ ഈ വീട്ടിൽ നിന്റെ കാര്യം പോക്കാ എന്റെ ശിവൻകുട്ടിയെ. ആ സേതുമാധവനാ മായയെ കെട്ടാൻ പോന്നെ. ഒരു ഗണേതമാധവനെ അവളെ കെട്ടാൻ പോണില്ല. കെട്ടിയ അവന്റെ ശവം ഈ വീട്ടുമുറ്റത്ത് കിടക്കും. ഈ ശിവൻകുട്ടി വെറും ശവൻകുട്ടിയല്ല, ഈറ്റപ്പുലിയാണ്. അതും പെറ്റി കിടക്കണമെന്ന് ഓർമ്മിച്ചോ. ആഹാ, ഗണേതമാധവൻ. ഇവന്റെ 2 പല്ലിളകി, ചെവിക്ക് നീരും വന്നിട്ടുണ്ട്. എന്റെ കുഞ്ഞിനെ എങ്ങനെ തല്ലിക്കൊല്ലാൻ അച്ഛൻ എപ്പോഴാ ഗോവിന്ദൻകുട്ടിക്ക് അധികാരം കൊടുത്തത്? വൃത്തികേട് വിളിച്ചു പറഞ്ഞാൽ ആരായാലും തല്ലും. അതിന് പ്രത്യേക അനുവാദമൊന്നും വേണ്ട. ഇളകിയ പല്ലങ്ങ് പറിപ്പിച്ചുകളാ. ചെവിയിൽ ഇത്ര എണ്ണ ചൂടാക്കി ഒഴിക്ക്. ഇനിയെങ്കിലും ഇത്തരം കൊച്ചു വർത്താനം പറയുന്നതിന് മുമ്പ് പായ നന്നായി കഴുകണം. മനസ്സിലായോ? ഇനി എല്ലാരും കേൾക്കാൻ ഞാനൊരു കാര്യം പറയാം. ഗോവിന്ദൻകുട്ടി മായയ്ക്ക് കൊണ്ടുവന്ന ആലോചന ഞാൻ അങ്ങ് നടത്താൻ പോവാ. അവള് വന്നാ ഉടനെ ഞാൻ എന്റെ വിൽപത്രവും എഴുതും. വിശദമായിട്ട് ഇനിയൊന്നും എഴുതാനില്ല. ഞാൻ നിങ്ങൾക്ക് തരാനുള്ളതൊക്കെ തന്നു കഴിഞ്ഞു. ഇത്രയും സ്വത്ത് കിട്ടിയിട്ട് ആ പാവം കുട്ടി എന്ത് ചെയ്യാനാച്ചാ? അവളത് കെട്ടിപ്പൊളിഞ്ഞ് ബോംബെക്ക് കൊണ്ടുപോക്കോട്ടെ. അവിടെ താമസിക്കാൻ തീരെ സ്ഥലം കിട്ടുന്നില്ല എന്ന് കഴിഞ്ഞ കത്തിൽ എഴുതിയിരുന്നു. അയ്യോ, എന്റെ അച്ഛൻ പോയേ. അച്ഛാ!
അതെ കൃത്യം 7 സെക്കൻഡ് കൊണ്ട് മൂപ്പിൽ താഴത്തെത്തുന്ന അളിയന്മാര് പറയുന്നത്. അത് ഞാനും കണ്ടതല്ലേ. അതാണ് സഹദേവ തറവാടിത്തെന്ന് പറയുന്നത്. അതിന് കൊടുക്കണം പൈസ. ആ കോവണി തീർത്ത് ഒറ്റ തടിയില അതാകെ പപ്പടം പൊടിയുന്ന പോലെ പൊടിഞ്ഞു പോയി. അതാ എനിക്ക് സങ്കടം. ഹ, ഇത് കേട്ടാത്തൊന്നും മൂപ്പിൽ നേരുണ്ടാക്കിയ ഒറ്റത്തടിയിലാണെന്ന്. മൂപ്പൊരു ഒറ്റത്തടിയാണ് സഹദേവ. അല്ല, ദുബായ് ഫ്ലൈറ്റ് ഒന്ന് നേരത്താണല്ലോ പഠിച്ചോനെ. ചതിച്ചല്ലേ മക്കളൊന്നും മാറി. അല്ല ചേട്ടാ, കോവയ്ക്ക് എന്താ ഇവിടെ ബിസിനസ്? അവരൊക്കെ വലിയ പൊസിഷനിലല്ലേ. ഈ ബിസ്ക്കറ്റിന്റെ ഏജൻസിയാ. കരിപ്പൂർ എയർപോർട്ടില്ലേ, അതാ ഇവന്റെയൊക്കെ തറവാട്. ചെറിയ ഇങ്ങനെ വെച്ചോണ്ടിരിക്കാതെ മായയെ വിവരം അറിയിക്കുന്നതല്ലേ നല്ലത്. എനിക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല ശിവൻകുട്ടി. ആരാ നിന്റെ നാട്ടിലൊരു വാസുണ്ണി? ചെറിയമ്മയുടെ മോനാ. എന്തേ, അവനെന്തെങ്കിലും പറ്റിയോ? അവനൊന്നും പറ്റിയിട്ടില്ല. അവന്റെ വക നിനക്കൊരു ടെലഗ്രാം വന്നിട്ടുണ്ട്. ഡിയറസ്റ്റ് മായ, മുത്തച്ഛൻ ബിക്കെയിം ഡെഡ് ബോഡി. വാസുണ്ണി വെയിറ്റിംഗ് ഫോർ മായ. എന്റെ ഈശ്വര, എന്റെ മുത്തച്ഛൻ എന്ത് പറ്റി? മുത്തച്ഛൻ വിധയും ഡെഡ് ബോഡി എന്ന് വെച്ചാ മുത്തച്ഛൻ മടിയായി. അതായത് മുത്തച്ഛൻ മരിച്ചു. അയ്യോ, എന്റെ മുത്തച്ഛൻ. എനിക്ക് മുത്തച്ഛനെ കാണണം. എനിക്ക് ഇപ്പൊ പോണം. നീ കിടന്ന് വെള്ളം വെക്കാതെ. മുത്തച്ഛനല്ല, ഏത് ദേവേന്ദ്രനായാലും ജനിച്ച ഒരു ദിവസം വടിയാവൂലേ. നമുക്ക് അങ്ങോട്ട് പോവാൻ ചെയ്യട്ടെ. ഉടനെ പോവാം. നമ്മളെ രണ്ടാളെ ഒന്നിച്ച് കണ്ട വടിയായ മുത്തച്ഛൻ നരിയാവുന്നു നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? അതിന് സാറിനെ മോളെ ആരും കാണാൻ പോരെ. സാറും ചേച്ചിയും കുഞ്ഞും അവിടെ എത്തുന്നു, ചേച്ചി മാത്രം അവിടെ ഉള്ളവർ കാണുന്നു. അങ്ങനെ നോക്കുന്നു ചിന്തിച്ചു. അതെ, അങ്ങനെ മതി. എനിക്കൊന്ന് മുത്തച്ഛനെ കണ്ടാ മതി. സാർ എന്തായാലും ചേച്ചിയെ കൊണ്ടുപോയി മുത്തച്ഛന്റെ മൃതദേഹമെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ഒരു ജീവിതാവസാനം വരെ മനസ്സിൽ ഇങ്ങനെ കടന്നു പൊരിയും. നമ്മൾ എങ്ങനെയാണെന്ന് പോവാ? സമയത്തിന് ഇവിടെ എത്തണമെങ്കിൽ വല്ല വിമാനത്തിലും കയറി പറക്കണം. എന്നാ നീയും വാ, നമുക്ക് ഒന്നിച്ച് പറക്കാം. ഇവളിലുള്ള മോളെ കൊണ്ട് ഒറ്റയ്ക്ക് ഞാൻ ഇവിടെ എന്ത് ചെയ്യാനാ? അത് ഞാൻ ഏറ്റു. സാറിന്റെയും ചേച്ചിയുടെയും കൂടെ ഏത് അന്റാർട്ടിക്കൽ വേണമെങ്കിലും ഞാൻ വരാം. നമുക്ക് 3 പേർക്കും ഓരോ ഫുൾ ടിക്കറ്റും ഓൾക്കൊരു കുട്ടി ടിക്കറ്റും എടുത്ത് നമ്മൾ ഇപ്പൊ കേരളത്തിലേക്ക് പറഞ്ഞാൽ എന്റെ ഉള്ള ബാങ്ക് ബാലൻസും പറക്കുമല്ലോ കൃഷ്ണ. ഈ മുത്തച്ഛന് മരിക്കാൻ കണ്ടൊരു നേരം. പോവാം. ബാങ്ക് പൊളിഞ്ഞാലും ശരി, നമുക്ക് പോവാം. ചേച്ചി കരച്ചിലെടുത്ത് നമ്മളത് പറക്കിയായി. വാസുണ്ണി, എന്റെ 2 കാലും അവിടെ തന്നെ ഉണ്ടോടാ? കാലൊക്കെ അങ്ങോട്ട് വീർത്ത് നല്ല ഭംഗി വെച്ചിട്ടുണ്ട്. അവിടെ എന്താടാ ഒരു ബഹളം കേൾക്കുന്നത്? അത് അച്ഛനും അമ്മയും എല്ലാരും കൂടി താഴ്ത്തിരുന്ന് മുത്തച്ഛൻ അഥവാ മരിച്ച ഏത് മാവാ മുറിക്കേണ്ടെന്ന് ചർച്ച ചെയ്യാ. വല്യച്ഛന്റെ പറമ്പില് മാവ് വെട്ടാന്ന് പറഞ്ഞപ്പം വല്യമ്മാവൻ അച്ഛനോട് ചൂടായി. കഴിഞ്ഞ പ്രാവശ്യം അതിന് 2000 മാങ്ങ കിട്ടിയിത്രേ. എന്നിട്ട് ഏത് മാവാടാ മുറിക്കുന്നേ? അമ്മയുടെ പറമ്പില് ആ ഉണക്കമാവ്. മുത്തച്ഛൻ മരിച്ചാൽ അത് അമ്മ എല്ലാവർക്കും കൂടി വിൽക്കും. അത് വെട്ടി മുറിച്ച് മുത്തച്ഛനെ. മതി, നിർത്താ. ഞാനൊന്ന് വീണുന്നും പറഞ്ഞു ഓരോരുത്തര്. നീ മായയ്ക്ക് ആരും അറിയാതെ കമ്പി അടിച്ചോടാ. അടിച്ചു മുത്തച്ഛ. മായ ചേച്ചി എന്തായാലും ഇങ്ങെത്തും. അതെന്താടാ നിനക്ക് അത്രയും ഉറപ്പ്? മുത്തച്ഛൻ മരിച്ചു ഞാൻ കമ്പി അടിച്ചേ. മുത്തച്ഛ, ആശാരി വന്നു. സഹായിക്കണോ? ആശാരി കിടപ്പിലായിരുന്നു. ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ടുവരാൻ മുത്തച്ഛൻ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് വടക്കാഞ്ചേരിന്നേ ആംബുലൻസും പിടിച്ചു പോകുന്നു. എന്റെ കറപ്പായി, നീ ഇപ്പോഴും ജീവനോടുണ്ടോടാ? ഉണ്ടേ, അതുകൊണ്ടല്ലേ കാണാൻ വന്നത്. ഞാൻ പണിത ഈ കോവണി 60 കൊല്ലം കാരിരി പോലെ കിടന്നില്ലേ മൂപ്പിൽസ് നായരെ? ഇപ്പൊ ഇത് ഏത് കഴിവേറിയാ ചവിട്ടി പൊളിച്ചത്? കഴിവേറി ഞാനാ. അല്ല, അത് ചവിട്ടി പൊളിക്കാനും വേണം ഇത്തിരി കരുത്ത്. അതിപ്പോഴും മൂപ്പിൽദാർക്ക് മാത്രം ഉള്ളേ. സമയം കളയാതെ നീ അതൊന്ന് നോക്ക്. എനിക്കത് നന്നാക്കാതെ ഒരു സമാധാനം ഇല്ലടോ. ആദ്യം ആരെങ്കിലും ഒരു വിളക്കൊന്ന് കത്തിച്ചു വെച്ചേ. ഭഗവതിയെ വിചാരിക്കാതെ ഞാൻ മുഴങ്കോല് തൊടില്ല. സമയം കളയാതെ നീ വേഗം വീട്ടിലേക്ക് അല്ലേ. ഇനിയും നീ വൈകിയ ചിലപ്പോ നിന്റെ മുത്തച്ഛന്റെ പുക പോലും നിനക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. തൽക്കാലം ഞാനും കുഞ്ഞും ഒപ്പം വന്ന് അവിടെ അതൊരു പ്രശ്നമാക്കണ്ട. അതൊരു മരണം നടന്ന വീടല്ലേ ദാസ. നമ്മളായിട്ട് എന്തിനാ അവരുടെ സന്തോഷം കളയുന്നത്? അത് നേരാ.
ആ സന്തോഷം കളയണ്ട. നേരത്തെ പറഞ്ഞതുപോലെ ചേച്ചി മാത്രം പോയാൽ മതി. ആ, നീയും ഇവളുടെ കൂടെ പോയി അവിടത്തെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് പഠിക്കേ. അകത്ത് കയറണ്ട. ആ, അത് ഞാൻ ഏറ്റു. 1-2 ദിവസം മോളുടെ ബഹളം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. വേണമെങ്കിൽ മുത്തച്ഛന്റെ കർമ്മങ്ങൾ കഴിയുന്നവരെ നമുക്ക് ഈ ഹോട്ടലിൽ തന്നെ തങ്ങാം. തൽക്കാലം നിന്റെ കല്യാണം കഴിഞ്ഞ കാര്യം ആരോടും പറയണ്ട. സമയമാകുമ്പോ പറഞ്ഞാൽ മതി. എനിക്കെന്തോ ഒരു പേടി പോലെ. ആ, നീ ധൈര്യമായിട്ട് ചെല്ല്. നിന്റെ മുത്തച്ഛന്റെ ആത്മാവിന് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. ഇതാണോ ചേച്ചിയുടെ വീട്? ആരെയും പുറത്ത് കാണുന്നില്ലല്ലോ. മുത്തച്ഛനെ ദയിപ്പിച്ചു എന്നാ തോന്നണത്. ചേച്ചി വെള്ളമൊന്നും ഉണ്ടാക്കല്ലേ, നല്ല കൺട്രോൾ വേണം. കൺട്രോള്. കൊണ്ടുപോയിട്ടില്ല കിടക്കുന്നു മുത്തച്ഛനെ. അല്ല മൂപ്പിനാര് കാറ്റുപോയോ? മോളെ പടിവരെ എത്തിയിട്ട് ഞാൻ എന്റെ മോളെ ഒന്ന് കണ്ണു നിറച്ച് കണ്ടില്ലല്ലോ ഈശ്വര. സാറേ, സാറേ, ഏ ആ പ്രശ്നമായി സാറേ. ഉം. ചേച്ചിയെ കണ്ടതും ചത്തോയ മുത്തച്ഛൻ എഴുന്നേറ്റ് ഒന്ന് കെട്ടിപ്പിടിച്ചു. കെട്ടിപ്പിടിക്കാൻ വന്ന വേറൊരു മുത്തച്ഛൻ ചത്തും പോയി. പുതപ്പിച്ച് ശ്മശാനത്തിലേക്ക് എടുക്കാൻ വെച്ച മുത്തച്ഛന്റെ 4 വാരിയല്ലേ ചേച്ചി അമർന്ന് വീണപ്പം പൊട്ടിപ്പോയി. ആ മുത്തച്ഛൻ നിലവിളിച്ചപ്പോ വേറെ മുത്തച്ഛൻ മോളെന്ന് വിളിച്ചതും ചേച്ചി ഡീം. ഹോ. ആ വീട്ടിലെന്തോ പ്രേതബാധയുണ്ട് സാറേ. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതേവരെ ഇത്രയും പ്രേതങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടില്ല. മായിക്ക് എന്തു പറ്റി? ഹ, ചത്ത മുത്തച്ഛൻ എഴുന്നേറ്റതും ചേച്ചിക്ക് ബോധം പോയി സാറേ. ചേച്ചിയെ എല്ലാ പ്രേതങ്ങളുടെ ഒന്നായെടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ മുത്തച്ഛനോ? മുത്തച്ഛൻ പറിച്ചുമൂടി അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഇനി നല്ല ധൈര്യമുള്ള ആരെങ്കിലും ചെന്ന് ആവാഹിച്ച് ദഹിപ്പിക്കണം, അല്ലാതെ രക്ഷയില്ല. മോളെ, മുത്തശ്ശൻ മരിച്ചിട്ടില്ല മോളെ. മോളെ കാണാതെ മുത്തശ്ശൻ മരിക്കുവോ? മോള് വേഗം വരാൻ വേണ്ടി മുത്തശ്ശനാ വാസുണ്ണിയോട് കമ്പി അടിക്കാൻ പറഞ്ഞത്. കോവണിന്ന് വീണ് കാലുമുളുക്കി നീരും വന്ന് കിടന്ന് ഞാൻ ചത്തുപോയെന്ന് കമ്പി അടിച്ചത് അവനാ. ആ, അതാണ് വാസുണ്ണി. വാസുണ്ണി ശിവൻകുട്ടിയേട്ടനെ പോലെ മണ്ടനല്ല അമ്മേ. ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് അന്തസായി നടത്തിയിരിക്കും. ഇതുവരെ വരാത്ത മായ ചേച്ചി ഇപ്പൊ ഇവിടെ വന്നില്ലേ? അതാണ് പറഞ്ഞത്, ആണായി ജനിച്ചാ മാത്രം പോരാ, അല്പസ്വല്പം ബുദ്ധിയും വേണമെന്ന്. ജീവനോടിരിക്കുന്ന മുത്തച്ഛനെ തല്ലി കൊന്നിട്ടാണോടാ കഴുത ആണത്തം കാണിക്കുന്നത്? എന്റെ കുഞ്ഞിനെ കിഴക്കാൻ നിനക്കാരാണ് അധികാരം തന്നത് മോനക്കഴുത്. ചില തല കണ്ടാ കിണ്ണാൻ തോന്നും. എന്റെ കൂടെ പറപ്പേ, നീ ഒരു കിണ്ണും കൂടി കിണ്ണേ കിണേന്ന് കേക്കണം. എന്റെ മായടുത്താണോ തോന്നി ദിവസം കാണിക്കുന്നത്? അതേ ബുദ്ധി കാണിച്ചിട്ടുണ്ടല്ലേ ചവിട്ടി. ഒരിക്കലും മരിക്കരുതേ മരിക്കരുതേ എന്ന് ഞങ്ങളെല്ലാം മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ അച്ഛൻ മരിച്ചു കാണാൻ വേണ്ടിയല്ലേ പെങ്ങളി കരുതേ കൊണ്ട് അച്ഛൻ മരിച്ചു എന്ന് കമ്പടിപ്പിച്ചത്. അച്ഛനൊന്ന് മാറിക്കേ. പറയുമ്പോ എല്ലാം പറയണല്ലോ മായ. ആ കഴുത വാസുണ്ണിയോട് പറയുന്നതിന് വരെ മുത്തച്ഛൻ കമ്പി അടിക്കാൻ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. മുത്തച്ഛൻ എന്ത് വിവരക്കടയി കാണിച്ചു. ഓരോരോ മനുഷ്യസ്നേഹികൾ വന്നിരിക്കുന്നു. ഞാൻ മരിച്ചു എന്നൊരു കമ്പി വെക്ക് പോയതില് എനിക്ക് ഒരു വിഷമവും ഇല്ല. അത് കിട്ടിയതും എന്റെ മോൾ ഓടിപ്പിടിച്ചു വന്നത് കണ്ടോ? ഞാൻ പോയിന്ന് കരുതി നിലവിളിച്ച് ബോധം കെട്ട് വീണത് കണ്ടോ? അതാണ് സ്നേഹം. മോള് വരാൻ വൈകുമ്പോഴൊക്കെ ഇവരിത്രയും കാലം മുത്തച്ഛനോട് എന്തൊക്കെയാ പറഞ്ഞു നടന്നതെന്നറിയോ? മോളെ മുത്തച്ഛനെ മറന്നു, സ്വന്തം ഇഷ്ടപ്രകാരം ഏതോ അന്യനാട്ടുകാരനെ കല്യാണം കഴിച്ചു ബോംബെയിൽ സുഖമായിരിക്കുന്നു. ഇവർക്കാർക്കും എനിക്കറിയുന്ന പോലെ നിന്നെ അറിയില്ല മോളെ. മുത്തച്ഛന്റെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ട് നീ ഒന്നും ചെയ്യില്ല. അങ്ങനെ എന്തെങ്കിലും മോള് ചെയ്താലേ ഈ ചങ്ക് പറിച്ച് അവരുടെ മുമ്പ് ഇട്ടുകൊടുക്കാമെന്ന് മുത്തച്ഛനും പറഞ്ഞു. മുത്തച്ഛൻ അങ്ങനെ പറഞ്ഞതിൽ തെറ്റുണ്ടോ മോളെ? അത് സത്യമല്ലേ? സത്യമാണ്. കണ്ടോ, ഇതാണടാ പൊക്കിൾക്കൊടി ബന്ധം. ഇവക്ക് ഞാൻ മുത്തശ്ശൻ മാത്രമല്ല, അച്ഛനാണ്.
അമ്മയാണ്, അതിനും അപ്പുറത്ത് ഈശ്വരനാണ്. ഈശ്വരൻ എന്റെ മോൾ എന്നെ ചതിക്കില്ല. ഗോവിന്ദൻകുട്ടി കൊണ്ടുവന്ന കല്യാണം നടത്തുന്നതുവരെ അവളെ ഞാനിനി ബോംബെക്കെന്നല്ല ഒരു സ്ഥലത്തേക്കും വിടില്ല. ഈ കാണുന്ന സ്വത്ത് മുഴുവൻ ഞാൻ മോളുടെ പേരിൽ എഴുതി വെക്കും. അവക്കും സേതുമാധവനും അത് വേണ്ടെങ്കിൽ ഈ കാണുന്നത് മുഴുവൻ അവളുടെ മുത്തശ്ശിയുടെ പേരിൽ വല്ല അനാഥാലയത്തിനും കൊടുക്കും. ആരാ മുത്തശ്ശി സേതുമാധവൻ? ആ, നിന്റെ ഗോവിന്ദൻകുട്ടി മാമൻ നിനക്ക് കൊണ്ടുവന്ന പയ്യനാ മോളെ സേതുമാധവൻ. അതിസുന്ദരൻ, പണക്കാരൻ, വലിയ ഉദ്യോഗസ്ഥൻ. അടുത്ത പ്രമോഷൻ കിട്ടി ഇംഗ്ലണ്ടിലേക്ക് പോവാ. അതിനു മുമ്പ് കല്യാണം നടത്തണം. അതൊന്ന് നടന്നു കാണാൻ വേണ്ടി മാത്രമാ മോളെ മുത്തച്ഛൻ ഇപ്പോഴും ജീവിക്കുന്നത്. പറ, മോള് സമ്മതിക്കില്ലേ? എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് മോക്കും കൂടെ നല്ലതാണെന്ന് തോന്നുന്ന ഒരു കാര്യം നടത്താൻ മുത്തച്ഛനോടൊപ്പം മോള് നിൽക്കില്ലേ? വല്ലാത്ത ക്ഷീണം. എനിക്ക് സ്വല്പം കിടക്കണം മുത്തശ്ശ. ആ, മോള് സുഖമായിട്ട് കിടന്നോളൂ. വൈദ്യരോട് പറഞ്ഞ് മോക്ക് മുത്തച്ഛൻ്റെ ഒരു നാടിക്കഷായം തിളപ്പിച്ചു തരാം. ഒരു കമ്പി കാരണം ഉണ്ടായ പേടി മുഴുവൻ അങ്ങ് മാറട്ടെ. ആ